ഹായ് ഓൾ. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയത് സ്ട്രക്ചറൽ ഡൈനാമിക്സ് 6th മോഡ്യൂളിൻ്റെ കുറച്ച് പോർഷൻ ഇൻട്രൊഡക്ഷൻ പോർഷനാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയത്. അപ്പോൾ എവിടെ വരെയായിരുന്നു നമ്മൾ പഠിച്ചത്? നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡംസ് എത്രയൊക്കെ ഉണ്ട്, അപ്പോൾ ആ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തൊക്കെയാണ് എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെയാണ് ലാസ്റ്റ് ക്ലാസ് നോക്കിയതല്ലേ. നോക്കാം നമുക്ക് ബാക്കിയുള്ള പോർഷൻസ്. ഇപ്പം മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം. സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റത്തിനും എന്താണെന്ന് അറിയാം. അതിൻ്റെ പൊസിഷൻ, ഏതെങ്കിലും ഒരു ബോഡി അതിൻ്റെ പൊസിഷനോ അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കോർഡിനേറ്റിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം. അപ്പം ആ സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റത്തിൻ്റെ മാത്തമാറ്റിക്കൽ മോഡലാണ് ഈ കാണിച്ചിരിക്കുന്നത്. ദെൻ അതിനകത്ത് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. മാസ് എലമെൻ്റ് ഉണ്ട്, സ്പ്രിങ് എലമെൻറ്റ്സ് ഉണ്ട്, ഡാഷ് പോട്ട് ഉണ്ട്, അതേപോലെ തന്നെ എക്സൈറ്റേഷൻ ഫോഴ്സ്, എക്സ്റ്റേണലായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സും ഉണ്ട്. അപ്പം ഒരു ജനറൽ ഒരു സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റത്തിൻ്റെ മാത്തമാറ്റിക്കൽ മോഡലാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇതിന് വെറൈറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് വെറൈറ്റീസ് എന്ന് ഉദ്ദേശിച്ചത്? എന്താണ്? ചിലപ്പോൾ ഒരു ബോഡിക്കകത്ത് എക്സൈറ്റേഷൻ ഫോഴ്സ്, അതായത് PT എന്ന് പറയുന്ന സാധനം കാണില്ല. അതായത് എക്സൈറ്റേഷൻ ഫോഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ പ്രസൻസ് ഉണ്ടാകില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഡാഷ് പോട്ട്, അതായത് ഡാമ്പർ കൊടുക്കുന്ന സിറ്റുവേഷൻസും ചിലപ്പോൾ ഉണ്ടാകത്തില്ല. അപ്പം C എന്ന് പറയുന്ന ഈ ഒരു സാധനം ഇവിടെ ഉണ്ടാകില്ല. പക്ഷേ ജനറലായിട്ട് ഒരു സിസ്റ്റത്തിനകത്ത് സ്പ്രിങ്ങും ഉണ്ടാകും, അതേപോലെ തന്നെ എന്തും ഉണ്ടാകും, മാസും ഉണ്ടാകും. അപ്പം എപ്പോഴും സ്പ്രിങ് മാസ് സിസ്റ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ എക്സൈറ്റേഷൻ ഫോഴ്സിൻ്റെ പ്രസൻസ് ഉണ്ടാകാതിരിക്കാം. അതേപോലെ തന്നെ C എന്ന് പറയുന്നത് ഡാമ്പറിൻ്റെ പ്രസൻസ് ഉണ്ടാകാതിരിക്കാം. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ രണ്ട് ക്ലാസിഫിക്കേഷനകത്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്: ഫ്രീ വൈബ്രേഷൻ ആൻഡ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഫ്രീ വൈബ്രേഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബോഡി വൈബ്രേറ്റ് ചെയ്യുന്നു ഒരു ഇനീഷ്യൽ ഫോഴ്സിൻ്റെ പ്രസൻസ് മാത്രം വെച്ചിട്ട്. അതായത് ആ ഇനീഷ്യൽ ഫോഴ്സിനെ നമ്മൾ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വൈബ്രേഷൻസ് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വൈബ്രേഷൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ അവിടെ പ്രസൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടാകില്ല. ആദ്യം കൊടുത്ത പ്രസൻസ് മാത്രമേ ഉണ്ടാകുള്ളൂ. ആ പ്രസൻസ് അതിനെ നമ്മൾ പിന്നെ എന്ത് ചെയ്തു? റിട്രീവ് ചെയ്യുകയും ചെയ്തു. അതിനെ പറയുന്ന പേരാണ് ഫ്രീ വൈബ്രേഷൻ. ആൻഡ് നമ്മൾ ഫോഴ്സ് കൊടുത്തെങ്കിൽ മാത്രമേ ഒരു ബോഡി വൈബ്രേറ്റ് ചെയ്യത്തുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞു. ഇപ്പം ഈ രണ്ട് ക്ലാസിഫിക്കേഷനാണ് നമുക്കുള്ളത്. ഫ്രീ വൈബ്രേഷൻ, അതായത് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റം നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഫ്രീ വൈബ്രേഷനും ഫോഴ്സ്ഡ് വൈബ്രേഷനും നമുക്ക് യൂസ് ചെയ്യാം. അതിനകത്ത് ഫ്രീ വൈബ്രേഷനകത്ത് തന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. അൺഡാംപ്ഡ് എന്ന് പറയുന്ന ആരില്ല, C എന്ന് പറയുന്നതില്ല. അതേപോലെ തന്നെ ഫ്രീ ആണ് വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈറ്റേഷൻ ഫോഴ്സിൻ്റെ പ്രസൻസ് ഇല്ല. അപ്പം ഫ്രീ വൈബ്രേഷനും ഫോഴ്സ്ഡ് വൈബ്രേഷനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PT എന്ന് പറയുന്നത് ഇസ് ഓൾവേസ് 0 ആയിരിക്കും ഇൻ കേസ് ഓഫ് ഫ്രീ വൈബ്രേഷൻ. ആൻഡ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ്റെ കേസിൽ PT എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0. അതായത് എക്സൈറ്റേഷൻ ഫോഴ്സിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കും. ഫ്രീ വൈബ്രേഷൻ്റെ കേസിൽ നോക്കുമ്പോൾ അതിനകത്ത് അൺഡാംപ്ഡ് എന്ന് പറയുന്നത് കൊണ്ട് ഡാംപ്ഡ് എന്ന് പറയുന്ന കണ്ടീഷനുണ്ട്. അൺഡാംപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? C ഇല്ല, C ഈസ് ഈക്വൽ ടു 0. ആൻഡ് ഫ്രീ വൈബ്രേഷൻ ആയതുകൊണ്ട് PT ഈസ് ഓൾസോ 0. ദെൻ ഡാംപ്ഡ് വൈബ്രേഷൻ ആകുമ്പോൾ ഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻ അങ്ങനെ പറയാം. ഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻ ആകുമ്പോൾ എന്താണ്? ഡാംപ്ഡ്, അതായത് C എന്ന് പറയുന്നത് ഉണ്ട്, അവിടെ സിയുടെ പ്രസൻസ് ഉണ്ട്. അപ്പം C ഈസ് നോട്ട് ഈക്വൽ ടു 0 ബട്ട് PT ഈസ് ഈക്വൽ ടു 0. കാരണം എന്താണ്? ദാറ്റ് ഇസ് ഫ്രീ വൈബ്രേഷൻ. ദെൻ ഫോഴ്സ്ഡ് വൈബ്രേഷനും ഉണ്ട് അൺഡാംപ്ഡ് ആൻഡ് ഡാംപ്ഡ്. അൺഡാംപ്ഡ് ആവുന്ന സമയത്ത് C ഈസ് ഈക്വൽ ടു 0, അതായത് ഡാംപറിൻ്റെ പ്രസൻസ് ഇല്ല, ഫോഴ്സ്ഡ് ആണ്. ഇപ്പോൾ PT എന്ന് പറയുന്ന സാധനം അവിടെ ഉണ്ട്, എക്സൈറ്റേഷൻ ഫോഴ്സ് ഉണ്ട്. അതൊരിക്കലും എന്താകില്ല? 0 ആകില്ല. ദെൻ ഡാംപ്ഡിൻ്റെ കേസ് ആകുമ്പോൾ എന്താണ്? C നോട്ട് ഈക്വൽ ടു 0, അതായത് സിയുടെ പ്രസൻസ് ഉണ്ട്, ഡാംപറിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. ആൻഡ് ഫോഴ്സ്ഡ് ആകുമ്പോൾ PT ഈസ് നോട്ട് ഈസ് ഈക്വൽ ടു 0. മനസ്സിലായല്ലോ? നമ്മൾ മുന്നേ പറഞ്ഞ മാത്തമാറ്റിക്കൽ സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. മെയിൻലി അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഫ്രീ വൈബ്രേഷൻ ആൻഡ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ വെച്ചിട്ടാണ്. ആൻഡ് ഫ്രീ വൈബ്രേഷനകത്ത് ഡാംപ്ഡും ഉണ്ട് അൺഡാംപ്ഡും ഉണ്ട്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ്റെ കേസിലും ഡാംപ്ഡും ഉണ്ട് അൺഡാംപ്ഡും ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റത്തെ നമുക്ക് ഈ രണ്ട് രീതിയിൽ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിനകത്ത് വരുന്ന സബ് ക്ലാസിഫിക്കേഷനാണ് ഡാംപ്ഡ് ആൻഡ് അൺഡാംപ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത്
ഫ്രീ വൈബ്രേഷനെ പറ്റിയിട്ടാണ്. നമുക്ക് മെയിനായിട്ട് ഫ്രീ വൈബ്രേഷനും ഫോഴ്സ്ഡ് വൈബ്രേഷനും ഉണ്ടെന്ന് പറഞ്ഞു. സോ അതിനകത്ത് ഫ്രീ വൈബ്രേഷൻ്റെ ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ്റെ ഡെറിവേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ്റെ കേസിൽ ഉണ്ട്. ആൻഡ് ഫ്രീ വൈബ്രേഷൻ്റെ കേസിൽ ഡാംപ്ഡും ഉണ്ട്, അൺഡാംപ്ഡ് കണ്ടീഷനും ഉണ്ട്. ഓക്കെ ആണല്ലോ. സോ ഇതിനകത്ത് ഫസ്റ്റ് പറയുന്നത് ഫ്രീ വൈബ്രേഷൻ ആൻഡ് അൺഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻ. അതായത് അൺഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ടി ഈസ് ഈക്വൽ ടു 0 ആൻഡ് സി ഈസ് ഈക്വൽ ടു 0. സി ഈസ് ഈക്വൽ ടു 0 ആൻഡ് പി ടി ഈസ് ഈക്വൽ ടു 0. രണ്ടും 0 ആണ് അവിടെ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രീ വൈബ്രേഷൻ സിസ്റ്റത്തെ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ, അതില്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയണമെന്നുണ്ടെങ്കിൽ രണ്ട് ലോസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മെയിനായിട്ട് പറയുന്നത്. ഒന്ന് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, അതേപോലെ തന്നെ ഡിയലബേഴ്സ് പ്രിൻസിപ്പിൾ. ഈ രണ്ട് ഡെഫിനിഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഫ്രീ വൈബ്രേഷൻ എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഫ്രീ വൈബ്രേഷൻ അതുള്ള ഇക്വേഷൻസ് ഡിറൈവ് ചെയ്ത് വരുന്നത്. ഓക്കെ ആണല്ലോ പറഞ്ഞത്. സോ നമുക്ക് ഫസ്റ്റ് നോക്കാം ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ. ഇപ്പം ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ അത് പറയുന്നത്, ആദ്യമേ തന്നെ പറഞ്ഞു, നമ്മളൊരു ഡാമ്പിംഗ് സിസ്റ്റം അനലൈസ് ചെയ്യുന്ന സമയത്ത് ആ ഡാമ്പിംഗ് സിസ്റ്റത്തിനകത്ത് ഇനേർഷ്യൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഡൈനാമിക്സ്, ഡാമ്പിംഗ് അല്ല, ഡൈനാമിക്സ് നമ്മൾ പറയുമ്പം ആ ഡൈനാമിക്സിന് നമ്മൾ അനലൈസ് ചെയ്യുമ്പം ആ ഡൈനാമിക്സിനകത്ത് ഒരു ഇനേർഷ്യൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കൺസിഡറേഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു അസംഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഫുൾ പ്രോബ്ലംസ് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഈ ഇനേർഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമാജിനറി ഫോഴ്സ് ആണ്. ഏതെങ്കിലും ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് മൂവ്മെൻറ്റ് ഏത് ഡയറക്ഷനാണോ, ഡിസ്പ്ലേസ്മെൻറ്റ് ഏത് ഡയറക്ഷനാണ്, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സ് ആണ് ഇനേർഷ്യൽ ഫോഴ്സ്. ഇറ്റ്സ് ആൻ ഇമാജിനറി ഫോഴ്സ്. അത് ഇമാജിനറി ഫോഴ്സ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, മാസിൻ്റെ ആക്സിലറേഷൻ ആണ് ആ ഇമാജിനറി ഫോഴ്സ്. സോ ദർ ഇസ് ആൻ ഓൾസോ, അപ്പോൾ എവിടെ എന്തായാലും ദർ ഇസ് എ മാസ്, അവിടെ ഒരു മാസ് ഉണ്ടായിരിക്കും. സോ മാസ് കൊണ്ട് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിപ്പം ഇനീഷ്യൽ ഫോഴ്സ് മാത്രമാണ്, അതല്ലെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് ഓൾവേസ് ആൻ ആക്സിലറേഷൻ. സോ മാസും ഉണ്ട്, ആക്സിലറേഷനും ഉണ്ട്. സോ അവിടെ എന്തുണ്ടാകും, ഇനേർഷ്യൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. സോ ഇനേർഷ്യൽ ഫോഴ്സിൻ്റെ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഡൈനാമിക്സ് പ്രോബ്ലംസ് ഫുൾ അനലൈസ് ചെയ്യുന്നത്. സോ ഇനേർഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ വെച്ചിട്ടാണ് ഇനേർഷ്യൽ ഫോഴ്സ് നമുക്ക് കിട്ടുന്നത്. സോ അപ്പോൾ അത് ഇനേർഷ്യൽ ഫോഴ്സ് ആണ്. അപ്പോൾ ഇനേർഷ്യൽ ഫോഴ്സ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് പറയുന്നത്, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഇംപ്രസ്ഡ് ഫോഴ്സ് ആൻഡ് ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ഫോഴ്സ് ആക്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ നമുക്ക് ഡൈനാമിക്സിനകത്തേക്ക് വരുമ്പോൾ ഒരു മോഷൻ, അതായത് ഇക്വേഷൻ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യണം. അതായത് ഒരു ബോഡി മൂവ് ചെയ്യുന്നു, ആ ബോഡി മൂവ് ചെയ്യുന്നതിൻ്റെ ബോഡി മൂവ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. ഇപ്പോൾ ഡൈനാമിക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ഡൈനാമിക്സിനകത്ത് മെയിനായിട്ടും ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം ഉണ്ടായിരിക്കണം, അല്ലേ? സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ ഓഫ് മോഷൻ, ആ ബോഡിയുടെ ഇക്വേഷൻ ഓഫ് മോഷൻ ഡെറൈവ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. സോ അതിനുവേണ്ടി പറയുന്നുണ്ട്, കൺസിഡർ എ സ്പ്രിംഗ് മാസ് സിസ്റ്റം ഓഫ് ഫിഗർ വിച്ച് ഈസ് അസ്യൂംഡ് ടു ബി മൂവ് ഓൺലി അലോങ് ദി വെർട്ടിക്കൽ ഡയറക്ഷൻ. It has only 1 degree of freedom system because its motion is described by a single coordinate x. അപ്പം ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു. നമുക്കതിനെ വേർട്ടിക്കൽ ഡയറക്ഷനിൽ നമുക്ക് കൺസിഡർ ചെയ്യാം, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും കൺസിഡർ ചെയ്യാം. ഓക്കെയാണല്ലോ. സോ രണ്ട് രീതിയിൽ നമുക്ക് അത് കൺസിഡർ ചെയ്യാം. സോ ഇങ്ങനെ ഇതാകുമ്പോൾ വേർട്ടിക്കൽ ഡയറക്ഷനുള്ള മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് അതേപോലെ തന്നെ ഇതെന്താണ്, ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. സോ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും വേർട്ടിക്കൽ ഡയറക്ഷനിലും മൂവ്മെൻ്റ് ഉണ്ട്. സോ ഈ രണ്ട് രീതിയിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. സോ രണ്ട് രീതിയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ പൊസിഷനെ, അല്ലെങ്കിൽ ഇതിൻ്റെ മൂവ്മെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒറ്റ ഡിസ്പ്ലേസ്മെൻറ്റ് കോർഡിനേറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ, ദാറ്റ് ഈസ് എക്സ്. അത് നമ്മൾ വേർട്ടിക്കൽ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്നത് വേർട്ടിക്കലി ആയിരിക്കും, ഹൊറിസോണ്ടലാണെങ്കിൽ ഹൊറിസോണ്ടലി ആയിരിക്കും. ഓക്കെ ആണല്ലോ. സോ ഈ രണ്ട് രീതിയിലുള്ള കോൺസെപ്റ്റും ഉണ്ട്. ഓക്കെ, അപ്പം ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്ത് വരുന്നത്. അപ്പം ഇക്വേഷൻ ഓഫ് മോഷൻ എങ്ങനെ ഡിറൈവ് ചെയ്ത് വരുന്നത് എന്നുള്ളത് പറയാം. ഇപ്പം ഇതാണ് നമ്മളുടെ സ്പ്രിംഗ് മാസ് സിസ്റ്റം, അല്ലേ?
അപ്പം ഈ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇതിനകത്ത് ആദ്യമേ പറഞ്ഞു, ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു ഫ്രീ വൈബ്രേഷനാണ്, അൺഡാംപ്ഡ് ഫ്രീ വൈബ്രേഷനാണ്. ഓക്കെ ആണല്ലോ. സോ ഫ്രീ വൈബ്രേഷനും അൺഡാംപ്ഡ് ഫ്രീ വൈബ്രേഷനും ആകുന്ന സമയത്ത് ഇതിനകത്ത് ആരൊക്കെ ഇല്ല, ഇതിനകത്ത് സി എന്ന് പറയുന്നതും ഇല്ല, പി ടി എന്ന് പറയുന്നതും ഇല്ല. അപ്പം നമ്മുടെ സ്പ്രിംഗ് മാസ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സ്പ്രിങ്ങും മാസ്, ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാകത്തുള്ളൂ. സോ ഇതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനുമായിരിക്കും. സോ നമുക്കിപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, നമ്മൾ ഇങ്ങനെയല്ലേ ഫിഗർ പഠിച്ചേക്കുന്നത്. സോ വെർട്ടിക്കൽ ഡയറക്ഷനും ഉണ്ട്, ഇപ്പോൾ നമ്മൾ ഹൊറിസോണ്ടലാണ് നമ്മൾ ഫിഗർ എല്ലാം പഠിച്ചേക്കുന്നത്. സോ അതുകൊണ്ട് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ വെച്ചിട്ട് പറയാം. സോ ഹൊറിസോണ്ടൽ രീതിയിൽ നമ്മൾ ഇത് വരച്ചിട്ടുണ്ട്. അതിനകത്ത് കെ എന്ന് പറയുന്ന സ്റ്റിഫ്നെസ് ഉള്ള സ്പ്രിങ്ങും ഉണ്ട് ആൻഡ് മാസും ഉണ്ട്. ആൻഡ് ഇതിന് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിലുള്ള ഒരു മൂവ്മെൻറ്റും ഉണ്ട്. സോ ഇതാണ് നമ്മളുടെ ഫിഗർ. ഓക്കെ ആണേ. ഓക്കെ, ഇനി ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷനകത്തേക്ക് വരുമ്പോൾ നമ്മൾ ഈ സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിനെ അതേപോലെ നമ്മൾ വരയ്ക്കും. സോ വരയ്ക്കുമ്പം മാസ് ആൻഡ് കെ സ്റ്റിഫ്നെസ്, ഇതിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എക്സ് ഡയറക്ഷൻ, ഇതാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്. ദെൻ നമുക്കിനി എന്ത് ചെയ്യണം, ഈ മാസിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആ മാസിനെ കൺസിഡർ ചെയ്യുമ്പം അതിനകത്തേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതാണോ അതാണ്, അതിനെ മാത്രം എടുത്തു വെച്ച് വരയ്ക്കുന്നത്, ഇൻക്ലൂഡിങ് ദെയർ ഡയറക്ഷൻ. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്രീ ബോഡി ഡയഗ്രാം. സോ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ഇവിടെ സോ ഇതാണ് നമ്മളുടെ മാസ്. ദെൻ ഇതിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, എക്സ് കാണിച്ചിട്ടുണ്ട്. അപ്പം മൂവ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് എപ്പോഴും ഒരു ഫോഴ്സ് ഉണ്ടാകും, ദാറ്റ് ഈസ് ഇനേർഷ്യൽ ഫോഴ്സ് അല്ലേ. ഇനേർഷ്യൽ ഫോഴ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ നമ്മൾ ഡൈനാമിക്സിനകത്ത് എക്സ് ഡബിൾ ഡോട്ട് ഇങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്, എക്സ് ഡബിൾ ഡോട്ട്. ദെൻ ഇനി ഇവിടെ എന്തുണ്ട്, ഒരു സ്പ്രിങ് ഉണ്ട്. സ്പ്രിങ് ഉണ്ടെങ്കിൽ സ്പ്രിങ് ഫോഴ്സ് ഉണ്ട്, അതും ഏത് ഡയറക്ഷനിൽ തന്നെയായിരിക്കും, ഏത് ഡയറക്ഷനിലാണോ മൂവ്മെൻറ്റ് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. സോ അത് കെ എക്സ് ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഇക്വേഷൻ. അതായത് സ്റ്റിഫ്നെസ്, സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ്സേ ഇൻറ്റു അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്, ഫ്രീ ബോഡി ഡയഗ്രാം. അന്ന് മനസ്സിലായോ? അപ്പം ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ അനുസരിച്ചിട്ട് നമ്മൾ ആദ്യം നമ്മുടെ സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിനെ എടുത്ത് വെച്ച് വരച്ചു. ദെൻ അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം അത് വരച്ചു. സോ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ടുണ്ട്. സോ ഇത് എൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം ആണ്. ഇനി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, എന്താണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, എഫ് ഈസ് ഈക്വൽ ടു എം എ അല്ലേ, എഫ് ഇസ് ഈക്വൽ ടു എം എ. ദെൻ നമ്മൾ ഡൈനാമിക്സിനകത്തേക്ക് വരുമ്പം എം എക്സ് ഡബിൾ ഡോട്ട് എന്നെഴുതാം. സോ എഫ് ഇസ് ഈക്വൽ ടു എം എക്സ് ഡബിൾ ഡോട്ട്. ഇപ്പം ഈ എം എക്സ് ഡബിൾ ഡോട്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എം എ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഇനേർഷ്യൽ ഫോഴ്സ് ആണ് അല്ലേ. സോ അതേപോലെ തന്നെ എം എക്സ് ഡബിൾ ഡോട്ടും അതുകൊണ്ട് തന്നെ എന്താണ്, ഇനേർഷ്യൽ ഫോഴ്സ് ആണ്. സോ നമ്മളുടെ എഫ് ഐ, അതായത് ഫോഴ്സ് കറസ്പോണ്ടിങ്, അതായത് ഇനേർഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്നതാണ് എം എക്സ് ഡബിൾ ഡോട്ട്. എന്ന് മനസ്സിലായോ, എം എക്സ് ഡബിൾ ഡോട്ട്. ഓക്കെ ആണല്ലോ. അപ്പം ഇനേർഷ്യൽ ഫോഴ്സ് ആണ് എം എക്സ് ഡബിൾ ഡോട്ട് എന്ന് പറയുന്നത്. അപ്പം അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ, എഫ് ഇസ് ഈക്വൽ ടു എം എ. അപ്പോൾ എം എക്ക് പകരം എം എക്സ് ഡബിൾ ഡോട്ട് പറയാം. സോ അതിനകത്ത് എം എ എന്ന് പറയുന്നത് ഇറ്റ്സ് ഇനേർഷ്യൽ ഫോഴ്സ് ആണ്. സോ അതിന് എഫ് ഐ ഇസ് ഈക്വൽ ടു എം എക്സ് ഡബിൾ ഡോട്ട് എന്ന് എഴുതി. ഓക്കെ ആണല്ലോ. ഇനി ഒരു അൺഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻ ആയിട്ട് വരുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എഫ് എസ് പ്ലസ് എഫ് ഐ ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇവിടെ എന്താണ്, ഒരു മാസ് ഉണ്ട് അല്ലേ. ഈ മാസിനകത്ത് രണ്ട് ഫോഴ്സ് ഉണ്ട്. രണ്ട് ഫോഴ്സും ആക്ട് ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിലോട്ടാണ്. അതിനകത്ത് എം എക്സ് ഡബിൾ ഡോട്ട് എന്ന് പറയുന്ന ഫോഴ്സ് എന്താണ്, ഇനേർഷ്യൽ ഫോഴ്സ് ആണല്ലോ. ദെൻ ഇനി കെ എക്സ് എന്ന് പറയുന്ന ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്, സ്പ്രിങ് ഫോഴ്സ് ആണ് അല്ലേ. അപ്പം ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലോട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, എഫ് ഐ പ്ലസ് എഫ് എസ്. ദെൻ നമ്മൾ ഹൊറിസോണ്ടലായിട്ടാണ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് വരുന്ന ഫോഴ്സിൻ്റെ സമ്മേഷൻ ഇസ് ഈക്വൽ ടു 0 എന്നാണ് എടുക്കുന്നത്. അതാണ് കോൺസെപ്റ്റ്. സോ ഇത് ഹൊറിസോണ്ടലായിട്ടാണ്, ഇത് ഹൊറിസോണ്ടലായിട്ടാണ്. രണ്ടും ഒരേ ഡയറക്ഷനിൽ വരുന്നത് കൊണ്ട് നമ്മൾ അതിനെ എന്തെടുത്തു, രണ്ടും പോസിറ്റീവായിട്ട് എടുത്തു. ദെൻ ഇപ്പം ഈ ഇവിടുത്തെ രണ്ടെണ്ണം കഴിഞ്ഞു. ഇനി ഈ ഡയറക്ഷനിൽ എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടോ, ഫോഴ്സ് ഇല്ലല്ലോ. സോ അപ്പോൾ അതിനെ നമുക്ക് എന്തെഴുതാം, ഇത് രണ്ടും നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എന്തായിട്ട് എടുക്കണം, നെഗറ്റീവായിട്ട്. സോ നെഗറ്റീവ് 0 ഈസ് ഈക്വൽ ടു 0. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം, എഫ് ഐ പ്ലസ് എഫ് എസ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. കണ്ടത് മനസ്സിലായോ, എഫ് ഐ പ്ലസ് എഫ് എസ് ഇസ് ഈക്വൽ ടു 0. സോ ഇതാണ് അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ നമുക്കൊരു ഇക്വേഷൻ ഓഫ് മോഷനെ എഴുതാൻ പറ്റുന്നത്. ഇനിയും എഫ് ഐ നമ്മുടെ കയ്യിലുണ്ട്. എഫ് ഐ എന്ന് പറയുന്ന ആരാണ്, എം എക്സ് ഡബിൾ ഡോട്ട് അല്ലേ. ദെൻ എഫ് എസ് എന്ന് പറയുന്നത് എന്താണ്, കെ എക്സ്. സോ നമുക്ക് അതിനെ ഒരുമിച്ച് എഴുതാം. ഇങ്ങനെ എഴുതാം, നമ്മുടെ ഇക്വേഷൻ എന്താണ്, എഫ് ഐ പ്ലസ് എഫ് എസ് ഇസ് ഈക്വൽ ടു 0 എന്നായിരുന്നു. എഫ് ഐ എന്ന് പറയുന്നത് എന്താണ്, എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ എക്സ് ഈസ് ഈക്വൽ ടു 0. സോ ഇതാണ് നമ്മൾ എന്താണെന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ, ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് എ സ്പ്രിംഗ് മാസ് സിസ്റ്റം അല്ലെങ്കിൽ സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം. ഫ്രീ വൈബ്രേഷൻ ആകുന്ന കേസിൽ, അൺഡാംപ്ഡ് കണ്ടീഷൻ ആകുന്ന കേസിൽ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇത് വരുന്നത് നമ്മൾ സ്പ്രിംഗ് മാസ് സിസ്റ്റം കൺസിഡർ ചെയ്തു. ദെൻ അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം കൺസിഡർ ചെയ്തു. സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ മൂവ്മെൻറ്റ് പറഞ്ഞപ്പോൾ സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു 0 എടുത്തു. സോ സ്പ്രിംഗ് ഫോഴ്സും അതേപോലെ തന്നെ ഇനേർഷ്യൽ ഫോഴ്സും ഒരേ ഡയറക്ഷനിൽ വരുന്നു. സോ സമ്മേഷൻ മൈനസ് റൈറ്റ് സൈഡിൽ ഫോഴ്സ് ഒന്നുമില്ല എങ്കിലും 0 എന്നെടുത്തു, ഈസ് ഈക്വൽ ടു 0. ദെൻ എഫ് ഐ ഇസ് ഈക്വൽ ടു എഫ് എസ് ഇസ് ഈക്വൽ ടു 0. സോ എഫ് ഐ എന്ന് പറയുന്നത് എം എക്സ് ഡബിൾ ഡോട്ട് കെ എക്സ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ ആണല്ലോ. ഇതാണ് ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് എ സ്പ്രിംഗ് മാസ് സിസ്റ്റം, അണ്ടർ ഡാമ്പിംഗ് സിസ്റ്റം ആൻഡ് ഫ്രീ വൈബ്രേഷൻ. ഓക്കെയാണേ. നെക്സ്റ്റ് വരുന്നത് എന്താണ്, ഡിയലബേഴ്സ് മെത്തേഡ്. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഓഫ് മോഷനെ ഡിയലബേഴ്സ് മെത്തേഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കതിനെ എങ്ങനെ എടുക്കാം എന്നുള്ളതാണ്. സെയിം കോൺസെപ്റ്റ് തന്നെയാണ്, കാരണം ന്യൂട്ടൺ സെക്കൻഡ് ലോ തന്നെയാണ് നമ്മളുടെ ഡിയലബേഴ്സ് മെത്തേഡും പറയുന്നത്. സോ ഡിയലബേഴ്സ് മെത്തേഡിനകത്തും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, കോൺസെപ്റ്റുകളെല്ലാം ഒരേപോലെ തന്നെയാണ്. സോ ഡിയലബേഴ്സ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഡിയലബേഴ്സ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ദ സിസ്റ്റം മേ ബി ഇൻ ഡൈനാമിക് ഇക്വിലിബ്രിയം ബൈ ആഡിങ് ടു ദ എക്സ്റ്റേണൽ ഫോഴ്സ് an imaginary force which is commonly known as inertial force. Using the D'Alembert principle, bring the body to be dynamic equilibrium position. The inertial force is to be added in the direction opposite to the direction of motion. ഓക്കെയാണല്ലോ. സോ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിയലബേഴ്സ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഡിയലബേഴ്സ് മെത്തേഡിനകത്ത് പറയുന്നത് ഇനേർഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇത് എം എക്സ് ഡബിൾ ഡോട്ട് ആണ്. ഇനേർഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു കേസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എം എക്സ് ഡബിൾ ഡോട്ട്. എം എക്സ് ഡബിൾ ഡോട്ട് ഈസ് ടു ബി ആഡഡ് ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. ഓക്കെ, ഇതിനകത്ത് പറയുന്നതും സെയിം കാര്യങ്ങൾ തന്നെയാണ്. അതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ ആ സെയിം സ്പ്രിംഗ് മാസ് സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു. മാസ്, കെ സ്റ്റിഫ്നെസ്. ഓക്കെ ആണല്ലോ. ദെൻ ഇതിൻ്റെ മൂവ്മെൻറ്റ് ഈ ഡയറക്ഷനിലാണ് എക്സ്. ദെൻ അതിന് രണ്ട് ഫോഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് എം എക്സ് ഡബിൾ ഡോട്ട്, ദെൻ പിന്നെന്താണ് സ്റ്റിഫ്നെസ് ഉള്ളതുകൊണ്ട് കെ എക്സ്. അപ്പം ഈ രണ്ട് ഫോഴ്സ് ഉണ്ട്. സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബോഡി ഡൈനാമിക്കലി ഇക്വിലിബ്രിയത്തിലാകണം എന്നുണ്ടെങ്കിൽ, അതാണ് നോക്കിക്കേ, സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0.
ഈ ബോഡി എന്ന് പറയുന്നത് ഡൈനാമിക്കലി ഇക്വിലിബ്രിയത്തിലാകണമെന്നുണ്ടെങ്കിൽ സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നാകണം. അപ്പോൾ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് എക്സ് ഡയറക്ഷൻ ആണല്ലോ. ഇനി ഈ ഡയറക്ഷനിൽ എക്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, 0 ആകും. സോ നമുക്കതിനെ എങ്ങനെ എഴുതാം? ഇതാ മൈനസ് എം എക്സ് ഡബിൾ ഡോട്ട് മൈനസ് കെ എക്സ് ഇസ് ഈക്വൽ ടു 0. ഓക്കെയാണ്. ഇതിനെ ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. കാരണം ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നതിനെ നമ്മൾ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ എക്സ് ഈസ് ഈക്വൽ ടു, ഇത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ -0 ആകും. -0 ഈസ് ഈക്വൽ ടു 0. സോ അതിനകത്ത് എങ്ങനെ എഴുതാം? എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതുകയും ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നതിനെല്ലാം നെഗറ്റീവ് ആക്കി എടുക്കണമെന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഇവിടെ മൈനസ് എം എക്സ് ഡബിൾ ഡോട്ട് മൈനസ് കെ എക്സ് ഇസ് ഈക്വൽ ടു 0. സോ രണ്ടിനകത്തുനിന്ന് എന്ത് കോമൺ എടുത്തു? മൈനസ് കോമൺ എടുത്തു. സോ രണ്ടിനകത്തുനിന്ന് ആരെ കോമൺ എടുത്തു? മൈനസ് കോമൺ എടുത്തു. ദെൻ മൈനസിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി. സോ അത് 0 ആയി ചെയ്യുമ്പോൾ അത് മൈനസ് ക്യാൻസൽ ആയി പോകും. സോ അതിനുശേഷം നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നാണ്. ഇനി എന്ത് ചെയ്യുന്നു? ത്രൂ ഔട്ട് ഈ ഇക്വേഷനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ അതെങ്ങനെ വരും? എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ ബൈ എം എക്സ് ഈസ് ഈക്വൽ ടു 0. ആണല്ലോ. ഇതാണ് ഇവിടെ കെ ബൈ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കെ ബൈ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഒമേഗ സ്ക്വയർ എന്നാണ്. പറഞ്ഞത് മനസ്സിലായോ? കെ ബൈ എമ്മിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഒമേഗ സ്ക്വയർ. അതല്ല എന്നുണ്ടെങ്കിൽ അതിനെ ഒമേഗ എൻ സ്ക്വയർ എന്ന് വേണമെങ്കിലും പറയാം. സോ കെ ബൈ എമ്മിന് പകരം എന്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഒമേഗ എന്നിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെയാവും ഇക്വേഷൻ. ആ ഇക്വേഷൻ ഇവിടെ കാണിച്ചിട്ടില്ല. കെ ബൈ എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കെ ബൈ എമ്മിന് ഒമേഗ എൻ സ്ക്വയർ ആണ്. സോ ഒമേഗ എൻ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനകത്തുനിന്ന് എന്ത് മനസ്സിലായി? ഒമേഗ എൻ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കെ ബൈ എം എന്നായി. ദെൻ അതിനകത്തുനിന്ന് ഒമേഗ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എന്താണ്? റൂട്ട് ഓഫ് കെ ബൈ എം ആണ്. ഈ ഒമേഗ എന്നിനെ നമ്മൾ പറയുന്ന പേരാണ് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് സ്റ്റിഫ്നെസ് ഓഫ് ദി സ്പ്രിംഗ് ഡിവൈഡഡ് ബൈ മാസ് ആയിരിക്കും. ഓക്കെ ആണല്ലോ പറഞ്ഞത്? ഓക്കെ. അപ്പോൾ ഒമേഗ എന്നിൻ്റെ ഒരു ഇക്വേഷനെ നമുക്ക് ഡെറൈവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നത് നമുക്ക് ഇതിനകത്തൂടെയാണ്, ഡിയലബേഴ്സ് പ്രിൻസിപ്പിളിനകത്തൂടെയാണ്. അപ്പോൾ ഡിയലബേഴ്സ് പ്രിൻസിപ്പിളിനകത്ത് നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ്സ് ലോ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഡൈനാമിക്കലി ഇക്വിലിബ്രിയത്തിലാണ് എന്നുള്ള സിസ്റ്റം വരെ ഇവിടം വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സെക്കൻഡ് ലോയിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ? സോ അതിനകത്തുനിന്ന് എമ്മിനെ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനുശേഷം പിന്നെന്താണ്? കെ ബൈ എമ്മിന് പകരം ഒമേഗ എൻ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഈ 2 സ്റ്റെപ്പാണ് എക്സ്ട്രാ നമ്മൾ ഡിയലബേഴ്സ് പ്രിൻസിപ്പിളിനകത്ത് ചെയ്യുന്നത്. സോ അതിനകത്ത് ആരെ കിട്ടി? ഒമേഗ എൻ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം എന്ന് പറഞ്ഞ് കിട്ടുകയും ചെയ്തു. സോ നമുക്ക് കെ ബൈ എമ്മിൻ്റെ ആൻസർ അല്ലെങ്കിൽ കെ ബൈ എം എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഡെറൈവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നത് ഏതിനെ വെച്ചിട്ടാണ്? ഡിയലബേഴ്സ് പ്രിൻസിപ്പിളിനെ വെച്ചിട്ടാണ്. സോ ഈ 2 മെത്തേഡും നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്? ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് എ സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം, ഫ്രീ വൈബ്രേഷൻ ആൻഡ് അൺഡാംപ്ഡ് സിസ്റ്റം. നെക്സ്റ്റ് വരുന്നത് ഫ്രീ വൈബ്രേഷൻ ഓഫ് അൺഡാംപ്ഡ് സിസ്റ്റം. സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റത്തിൻ്റെ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷനെ നമുക്ക് ഡെറൈവ് ചെയ്ത് വരുന്ന ഒരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് നമുക്ക് കുറച്ച് എന്താണ് മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. അപ്പം അതെങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പം ഇവിടെ ഫ്രീ വൈബ്രേഷൻ ആണ്. സോ ഫ്രീ വൈബ്രേഷൻ ആവുമ്പോൾ നോക്കുക, അതാണ്ട് ഈ സാധനവും ഇതും ഇല്ല, പി ടിയും ഇല്ല. ഇക്വേഷൻ എങ്ങനെ നിൽക്കുകയാണ്? എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ എക്സ് ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഇക്വേഷൻ. ഇത് ആ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആ ഫിഗർ കാണിച്ചേക്കാണ്. ഒരു സിസ്റ്റത്തിനകത്ത് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത്രയും ചേർന്നിട്ടായിരിക്കും. സോ അതിനകത്ത് ഡിഫറെൻറ്റ് കണ്ടീഷൻസ് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്താണ്? ഫ്രീ വൈബ്രേഷനും അതേപോലെ തന്നെ എന്താണ്?
അൺഡാംപ്ഡും ആണ് അല്ലേ. അൺഡാംപ്ഡ് ഫ്രീ വൈബ്രേഷനും ആകുന്ന കേസിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ദാ ഈ ഒരു മോഡലായിരിക്കും. ഓക്കെ ഓക്കെ ഇപ്പം നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നുണ്ട് നമ്മുടെ സി ഇസ് ഈക്വൽ ടു 0 ആണ്, അൺഡാംപ്ഡ് ആണ്. അപ്പോൾ ജനറൽ ആ ഒരു ഫിഗർ കാണിച്ചു, ദെൻ ആ ഇക്വേഷൻ കാണിച്ചു, ജനറൽ ഇക്വേഷൻ കാണിച്ചു, മൊത്തമുള്ള ഇക്വേഷൻ കാണിച്ചു, എന്തൊക്കെ സിസ്റ്റംസ് വരാം ആ സിസ്റ്റത്തിനെ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു ഇക്വേഷൻ കാണിച്ചു. അതിനകത്ത് പറയുന്നത് എന്താണ്? സി ഇസ് ഈക്വൽ ടു 0 ആൻഡ് ഇറ്റ്സ് അൺഡാംപ്ഡ് ആണ്, സി ഇസ് ഈക്വൽ ടു 0 ആണെന്ന് കാണിച്ചു. ദെൻ പി ടി ഇസ് ഈക്വൽ ടു 0 ഫോർ ഫ്രീ വൈബ്രേഷൻ. പി ടി ഇസ് ഈക്വൽ ടു 0 ആണ്, അത് കാരണം എന്താണ്? ഫ്രീ വൈബ്രേഷൻ ആണ്. ദെൻ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ അറിയാം എം എക്സ് ഡബിൾ ഡോട്ട് ഉണ്ട്, മുകളിൽ 2 ഡോട്ട് കിടപ്പുണ്ട്. സോ അത് ശ്രദ്ധിച്ചോണം. എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ എക്സ് ഇസ് ഈക്വൽ ടു 0, ഇതാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. അതിനകത്തുനിന്ന് എന്ത് ചെയ്തു? രണ്ടാമത്തെ സ്റ്റെപ്പിനകത്ത് ഈ സ്റ്റെപ്പ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എന്താണ്? ത്രൂ ഔട്ട് എം കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ ബൈ എം എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നായി. ദെൻ കെ ബൈ എമ്മിനെ നമുക്ക് എന്ത് കൊടുക്കാം? ഒമേഗ എൻ എന്നോ വെറും ഒമേഗ എന്ന് വേണമെങ്കിലും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. വെറുതെ ഒമേഗ എന്നും റെപ്രസെൻറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഒമേഗ എൻ സഫിക്സ് കൊടുത്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. രണ്ടും എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ സിസ്റ്റം ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണേ. സോ കെ ബൈ എം എക്സ് ഇസ് ഈക്വൽ ടു 0. സോ കെ ബൈ എമ്മിനെ എന്തുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? ഒമേഗ സ്ക്വയർ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുകൊണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒമേഗ സ്ക്വയർ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ അറിയാം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0 വേർ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ബൈ എം. ഒമേഗയെ നമ്മൾ സെപ്പറേറ്റ് എടുത്ത് എഴുതി റൂട്ട് ഓഫ് കെ ബൈ എം. അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഒമേഗ എന്ന് പറഞ്ഞാൽ റേഡിയൻസ് പെർ സെക്കൻഡ്സ് ആണല്ലേ. നമ്മൾ ഒമേഗ എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? റേഡിയൻസ് പെർ സെക്കൻഡ്സ്. അപ്പോൾ നമുക്ക് ഹേർട്സിൽ നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എഫിൽ കണ്ടുപിടിക്കണം, എങ്കിൽ മാത്രമേ നമുക്കത് ഹേർട്സ്, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹേർട്സ് ആകണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എഫ് ആണ്. സോ മറ്റേത് ഒമേഗ, നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് റേഡിയൻസ് പെർ സെക്കൻഡ്സിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒമേഗ. ദെൻ എഫ് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്തിൽ എഴുതാൻ പറ്റും? ഹേർട്സിൻ്റെ ടേമിൽ എഴുതാനായിട്ട് പറ്റും. സോ അതാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ എന്താണ് നോക്കിക്കേ, ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം. നമുക്കതിനെ എങ്ങനെ എഴുതാം? ഒമേഗ ഈസ് ഈക്വൽ ടു 2π എഫ് എന്ന് പറയുന്ന ഇക്വേഷനുണ്ട്. ദെൻ എഫ് ഇസ് ഈക്വൽ ടു 1/t. ഓക്കെ ആണല്ലോ. സോ ഈ എഫിനെ നമുക്ക് ഹേർട്സിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷനാണ് എന്തെന്ന് പറയുന്നത്? എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് ഒമേഗ സ്ക്വയർ എന്നിടാം എക്സ് ഇസ് ഈക്വൽ ടു 0. എന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സോ എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ നമ്മൾ മാത്തമാറ്റിക്കൽ ടേമിൽ ഒരു ഡി സ്ക്വയർ ബൈ ഡി ടി ടേംസുകൾ വരുമ്പോൾ നമുക്ക് ഓക്സിലറി ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടല്ലേ. സോ നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുള്ളതാണ്. സോ ആ ഓക്സിലറി ഇക്വേഷൻ്റെ ടേമിലേക്ക് മാറ്റിയിരിക്കുന്നതാണ് തൊട്ട് താഴെ കാണിച്ചേക്കുന്നത്. സോ ഡി സ്ക്വയർ, അതായത് ഇവിടെ എന്താണ്? ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ആണ്. സോ ഡി സ്ക്വയർ, അതിന് ക്യാപിറ്റൽ ഡി സ്ക്വയർ. ഇവിടെ എന്താണ്? വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ ജസ്റ്റ് ആ കോഎഫിഷ്യൻ്റ് മാത്രം ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. പറഞ്ഞത് മനസ്സിലായോ? ദെൻ ഡി സ്ക്വയർ എന്ന് പറയുന്നത് ഡി സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം. അത് ഈ ഇക്വേഷനകത്തുനിന്ന് കിട്ടുന്നതാണ് അല്ലേ. ഡി സ്ക്വയർ ആകുമ്പം റൈറ്റ് സൈഡിലേക്ക് ഒമേഗ സ്ക്വയർ പോകുമ്പോൾ മൈനസ് ഒമേഗ സ്ക്വയർ ആകും. സോ ഡി എ നമുക്ക് എങ്ങനെ എഴുതാം? പ്ലസ് ഓർ മൈനസ് ഐ ഒമേഗ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളുടെ ഡി വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് ഐ ഒമേഗ വന്നു. അപ്പം പ്ലസ് ഓർ മൈനസ് ഐ ഒമേഗ ഡി എന്ന് പറയുന്ന വാല്യൂവിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൂട്ട്സ് എന്ന് പറയുന്നത് ദ റൂട്ട്സ് ആർ ഇമാജിനറി. ആ റൂട്ട്സ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ആ ഇമാജിനറി റൂട്ട്സ് വരുന്നത് x12, എക്സിനായിരിക്കും കിട്ടുന്നത് വാല്യൂ. സോ x12 ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ഐ ബീറ്റ എന്ന് പറയുന്നതാണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എഴുതുന്നു. കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇ റേസ് ടു ആൽഫ ടി എ കോസ് ബീറ്റ ടി പ്ലസ് ബി സൈൻ ബീറ്റ ടി.
ഓക്കെ ആണല്ലോ. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എക്സ് ഓഫ് ടി എഴുതുമ്പം, അതായത് ആൽഫയുടെ വാല്യൂ ഇവിടെ 0 ആകും. അതിവിടെ കാണിച്ചിട്ടുണ്ട്. ആൽഫയുടെ വാല്യൂ ഈസ് ഈക്വൽ ടു 0 ആകും. സോ ആൽഫയുടെ വാല്യൂ 0 ആകുകയും ആൻഡ് ബീറ്റയുടെ വാല്യൂ ഈസ് ഒമേഗ ആയിട്ട് മാറുകയും ചെയ്യും. എന്താ ഇവിടെ ഇ റേസ് ടു ഈ ഇക്വേഷനകത്താണ് പോകുന്നത്. സോ ഈ ഇക്വേഷനകത്തേക്ക് വരുമ്പം ആൽഫയുടെ വാല്യൂ ഇവിടെ ഒന്നുമില്ല ഇല്ലേ? നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമുക്ക് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? ഡി ഈസ് ഈക്വൽ ടു ഐ ഒമേഗ, അതായത് പ്ലസ് ഓർ മൈനസ്, അതായത് ഡി ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ ഒമേഗ എന്നാണ് നമുക്ക് കിട്ടിയ ഡിയുടെ വാല്യൂ. നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ഐ ബീറ്റ എന്നാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ഉള്ള കോംപ്ലിമെൻ്ററി ഫംഗ്ഷനാണ് എഴുതിയിരിക്കുന്നത്. സോ ഇവിടെ ആൽഫയുടെ സ്ഥാനത്ത് എന്തെങ്കിലും ഉണ്ടോ? കാരണം പ്ലസ് ഓർ മൈനസ് തന്നെ ഈ ടേം മാത്രമേ നമുക്ക് ഡിക്ക് കിട്ടിയിട്ടുള്ളൂ. സോ ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിപ്പോവും? 0 ആയിപ്പോവും. അപ്പം ഇ റേസ് ടു 0 എന്ന് പറയുന്നത് ഈ ടേം എന്താവും? 1 ആയിട്ട് മാറും. പിന്നെ ആര് മാത്രമേ ഉള്ളൂ? ദാണ്ട് ഈ ടേം മാത്രമേ ഉള്ളൂ. ഏതാണത്? എ കോസ് ബീറ്റ ടി പ്ലസ് ബി സൈൻ ബീറ്റ ടി അല്ലേ? സോ അതിനകത്ത് ബി എന്ന് പറയുന്നതിന് നമുക്ക് വാല്യൂ ഉണ്ടല്ലേ? ഏതാണ്ടേ ഐ ബീറ്റ അല്ലേ? ഐ ബീറ്റ എന്നല്ലേ വാല്യൂ? ഐ ബീറ്റയ്ക്ക് നമുക്ക് എന്തുകൊണ്ട് ഇവിടെ? ബീറ്റയുടെ സ്ഥാനത്ത് ഒമേഗ ഉണ്ട് അല്ലേ? ഇവിടെ ബീറ്റയുടെ സ്ഥാനത്തല്ലേ ഈ ഒമേഗ കിടക്കുന്നത്. സോ ഒമേഗയെ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും വാല്യൂ? എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞ് കിട്ടും. സോ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ ഓഫ് മോഷന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ. അപ്പം ഈ ഒരു കോംപ്ലിമെൻ്ററി ഫംഗ്ഷനും ഓക്സിലറി ഫംഗ്ഷൻസും ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. സോ ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക എന്താണ് സംഭവം, എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത്. നെക്സ്റ്റ് പോകുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, രണ്ട് കോൺസ്റ്റൻസുകൾ ഇവിടെ ഉണ്ട്, എയും ബിയും. സോ ഈ എക്കും ബിക്കും വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ കോൺസ്റ്റൻറ്റിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഇനീഷ്യൽ കണ്ടീഷൻ നോക്കാം. അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു 0 ആകുന്ന സമയത്ത് എക്സ് ഈസ് ഈക്വൽ ടു x0 ആകും. ആൻഡ് അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു 0 ആകുന്ന സമയത്ത് എക്സ് ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? അതിൻ്റെ ഒരു ഡെറിവേറ്റീവ്, എക്സ് എന്താണോ എക്സിൻ്റെ ഒരു ഡെറിവേറ്റീവ് എടുക്കുന്നു, അതെന്താകും? എക്സ് ഡോട്ട് 0 ആകും. ഓക്കെ ആണല്ലോ. സോ നമുക്ക് ഈ ബൗണ്ടറി കണ്ടീഷൻസ് അല്ലെങ്കിൽ ഈ ഇനിഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി. സോ ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്ലൈയിങ് ഫസ്റ്റ് കണ്ടീഷൻ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് ഇക്വേഷൻ നമ്പർ 1. സോ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി. ഇതായിരുന്നു ഇക്വേഷൻ അല്ലേ? അപ്പോൾ അതിനകത്ത് എന്താണ് ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ? എന്തായിരുന്നു ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ? നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ടി ഈസ് ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഡോട്ട്. അപ്പം ടി 0 ആകുമ്പം എക്സ് എന്തായിട്ട് മാറും? എക്സ് ഡോട്ടായിട്ടും x0 ആയിട്ട് മാറും അല്ലേ? x0 ആയിട്ട് മാറുമ്പം ടി ഇവിടെ എന്താകും? 0 ആകണം. അപ്പം ഇവിടെ ടിക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം മൊത്തം എന്തായി പോവും? 0 ആയി പോവും. ദെൻ ഈ ടിക്ക് ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തായി പോവും? കോസ് 0 ആവും. കോസ് 0യുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താകും? 1 ആണ്. സോ a ഇൻറ്റു 1 എന്നാകും വാല്യൂ. സോ x0 ഈസ് ഈക്വൽ ടു a. ഓക്കെ ആണേ. നെക്സ്റ്റ് എന്താണ്? അപ്ലൈയിങ് സെക്കൻഡ് കണ്ടീഷൻ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് നമുക്കറിയാം. ഏതാണ് ഇക്വേഷൻ നമ്പർ 1? ഇതാണ് ഇക്വേഷൻ നമ്പർ 1. സെക്കൻഡ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ടി ഈസ് ഈക്വൽ ടു 0 ആകുന്ന സമയത്ത് എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു എക്സ് ഡോട്ട് 0 ആകുന്ന എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു എക്സ് ഡോട്ട് 0 ആകും. അപ്പോൾ നമ്മുടെ കയ്യിൽ ആര് മാത്രമേ ഉള്ളൂ? എക്സ് മാത്രമേ ഉള്ളൂ. അപ്പം എക്സ് ഡോട്ട് 0 ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആരെ കണ്ടുപിടിക്കണം? എക്സ് ഡോട്ടിനെ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതായത് എക്സിനെ എക്സ് ഡോട്ട് ആക്കി മാറ്റാൻ എന്ത് ചെയ്യണം? ഒരു തവണ എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് എടുക്കണം. സോ ഇവിടെ ഡെറിവേറ്റീവ് എടുത്തിട്ടുണ്ട്. എ മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ പ്ലസ് ബി കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ. ഇനി ഇപ്പോൾ നമുക്ക് എക്സ് ഡോട്ട് കിട്ടി അല്ലേ? എക്സ് ഡോട്ട് കിട്ടിയതിനകത്തോട്ട് ഇനി ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാമല്ലോ. എന്താണ് ബൗണ്ടറി കണ്ടീഷൻ? എക്സ് ഡോട്ട് 0 ആയിട്ട് മാറും.
എപ്പോഴാകുമ്പോഴാണ് ടി ഈസ് ഈക്വൽ ടു 0 ആകുന്ന സമയത്ത്. സോ ഈ ടിക്ക് നമുക്ക് എന്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 0 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? 0 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമ്മുടെ എക്സ് ഡോട്ട് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? എക്സ് ഡോട്ട് 0 ആയിട്ട് മാറിയല്ലോ. സോ അപ്പം ടിക്ക് വാല്യൂ കൊടുത്ത് ടിക്ക് 0 വാല്യൂ കൊടുത്ത വേണം ഇവിടെ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ സൈനാണ്. സൈന് ടിയുടെ കൂടെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താകും? 0 ആകും. സോ എ 0 ഒമേഗ. ഇവിടെ ടി ആറ് കൂടെയാണ് കിടക്കുന്നത് കോസ്. അപ്പം കോസിൻ്റെ കൂടെ കിടക്കുമ്പോൾ കോസ് 0 ആകും, അത് 1. ദെൻ എന്താവും? ബി ഇൻറ്റു 1 ഇൻറ്റു ഒമേഗ. സോ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? ഇതാ എക്സ് ഡോട്ട് 0 ഇസ് ഈക്വൽ ടു ബി ഒമേഗ. അതിനകത്തുനിന്ന് ബി വാല്യൂ എഴുതി എക്സ് ഡോട്ട് 0 ഡിവൈഡഡ് ബൈ ഒമേഗ. സോ ഈ ഒമേഗാനെ നമുക്ക് ഒമേഗ എൻ എന്ന് വേണമെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ. ദെൻ ഈ വാല്യൂസ് എയുടെയും ബിയുടെയും വാല്യൂസ് നമുക്ക് കിട്ടി. ദെൻ എയുടെയും ബിയുടെയും വാല്യൂ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് 0 കോസ് ഒമേഗ ടി പ്ലസ് എക്സ് ഡോട്ട് 0 ബൈ ഒമേഗ സൈൻ ഒമേഗ ടി എന്ന് വന്നു. അവിടെ ഒമേഗ എന്ന് പറഞ്ഞാൽ √k/m. അത് നമുക്ക് കിട്ടുന്നത് റേഡിയൻസ് പെർ സെക്കൻഡ്സിലാണ്. ഇനി നമ്മൾ പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലത്തിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒമേഗ നമുക്ക് എന്തിൽ കിട്ടണം? റേഡിയൻസ് പെർ സെക്കൻഡ്സിൽ നമുക്ക് ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മാസ്, ഒമേഗയുടെ ഇക്വേഷനകത്തെ മാസ് എന്ന് പറയുന്നത് കിലോഗ്രാമിലും ആൻഡ് കെ എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്ററിലും ആയിരിക്കണം. അത് സ്ട്രിക്റ്റ് ആണ്. എങ്കിൽ മാത്രമേ ഇവിടെ റേഡിയൻസ് പെർ സെക്കൻഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് യൂണിറ്റ് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെയാണേ. ദെൻ ഇതാ ഈ ഇക്വേഷന് നമുക്കൊരു സ്ലൈറ്റ് ചേഞ്ച് കൊടുത്ത് ഇങ്ങോട്ട് എഴുതിയിട്ടുണ്ട്. നമ്മുടെ എക്സ് ആയിരുന്നു, എക്സ് ഇസ് ഈക്വൽ ടു എക്സ് 0 കോസ് ഒമേഗ ടി പ്ലസ് എക്സ് ഡോട്ട് 0 ബൈ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി എന്നായിരുന്നു ഇക്വേഷൻ. സോ നമുക്കതിനെ എക്സ് ഓഫ് ടിയുടെ ടേമിൽ എഴുതി. എക്സ് 0 അതേപോലെ കൊടുത്തു. ദെൻ കോസ് അതേപോലെ കൊടുത്തു. ഒമേഗയെ പി എന്ന് പറഞ്ഞ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ദെൻ എക്സ് ഡോട്ട് 0യെ ഇവിടെ എന്തുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്? v0. കാരണം എക്സ് ഡോട്ട് 0 ആണ്. എക്സ് ഡോട്ട് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിനെ ഒരു തവണ ഡെറിവേറ്റീവ് എടുത്താൽ അതെന്ന് പറയുന്നത് എന്താകും? വെലോസിറ്റി ആണ്. അതും ഇനിഷ്യൽ വെലോസിറ്റി ആണ്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി ആയതുകൊണ്ടാണ് v0 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തത്. ദെൻ ഒമേഗയെ വീണ്ടും എന്തുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? പി കൊണ്ട്. ദെൻ ഇവിടെ വീണ്ടും പിക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ആർക്ക്? ഒമേഗയ്ക്ക്. അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഇക്വേഷനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്തു. എങ്ങനെ? പി വാല്യൂ എന്താണ്? ഒമേഗ ആണ്. നമ്മുടെ ഈ ഇക്വേഷനകത്തെ ഒമേഗയ്ക്ക് നമ്മൾ പി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് എക്സ് 0 ഡോട്ട് അല്ലെങ്കിൽ എക്സ് ഡോട്ട് 0യെ നമ്മൾ എന്തെന്ന് പറഞ്ഞു? v0 ആയിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പറയുന്നത് മനസ്സിലായോ? അങ്ങനെയാണ് ദാണ്ട് ഈ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. ഇത് ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഓർത്തിരിക്കുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻസ് കാണാം നമ്മൾ ടെക്സ്റ്റുകൾ റെഫർ ചെയ്യുമ്പോൾ. ദെൻ നോക്കിക്കേ, എക്സ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന വെലോസിറ്റി ഈസ് ഇനിഷ്യൽ വെലോസിറ്റി. ദെൻ ഒമേഗ ഈസ് ഈക്വൽ ടു പി ഈസ് കോൾഡ് സർക്കുലർ ഫ്രീക്വൻസി ഓർ ആംഗുലർ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ. അത് റേഡിയൻസ് പെർ സെക്കൻഡ്സ്. നെക്സ്റ്റ് നമുക്ക് തൊട്ട് മുന്നേ എഴുതിയ ഇക്വേഷൻ ഇതാണ്. ഏതാണ് ഇക്വേഷൻ? എന്നാണ്ട് ഈ രണ്ട് ഇക്വേഷനും പറയാം. ഇതാ ഈ ഇക്വേഷൻ രണ്ടിനും നമുക്ക് എന്താണ് കോമൺ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. നോക്കിക്കേ, ദ എബവ് ഇക്വേഷൻ ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് എക്സ് ഇസ് ഈക്വൽ ടു സി സൈൻ ഒമേഗ ടി പ്ലസ് ആൽഫ. അപ്പം ചില പ്രോബ്ലംസ് ചെയ്യാൻ ഇതിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് എബോ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു ജനറലൈസ്ഡ് ഫോമിൽ എഴുതാം. എന്താണ് ആ ജനറലൈസ്ഡ് ഫോം എന്ന് പറയുന്നത്? എക്സ് ഇസ് ഈക്വൽ ടു സി സൈൻ ഒമേഗ ടി പ്ലസ് ആൽഫ. അതിനകത്ത് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? x0 സ്ക്വയർ പ്ലസ് x0 ഡോട്ട് ബൈ ഒമേഗ ദ ഹോൾ സ്ക്വയർ. അതായത് ഇതെന്ന് പറയുന്നത് എന്താണ്? ആംപ്ലിറ്റ്യൂഡാണ്. എന്താണ്? ആംപ്ലിറ്റ്യൂഡ്. സോ ആംപ്ലിറ്റ്യൂഡ് വെച്ച് റീപ്ലേസ് ചെയ്തിരിക്കുന്ന ഇക്വേഷനാണിത്. സോ ഇക്വേഷൻ നോക്കിക്കേ, നമ്മുടെ എക്സ് എന്ന് പറയുന്ന ഇതാണ് ഇക്വേഷൻ. അതിനകത്ത് സി എന്ന് പറയുന്നൊരു ടേം വന്നിട്ടുണ്ട്. സി എന്ന് പറയുന്ന ടേമാണ് ഇതാണ്ട് ഈ കാണിച്ചിരിക്കുന്നത്. എന്താണ് സി? x0 ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് സ്ക്വയർ x0 ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാമല്ലോ. സി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് x0 സ്ക്വയർ പ്ലസ്
V0 ബൈ ഒമേഗ ദ ഹോൾ സ്ക്വയർ ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. കാരണം V0 ഈസ് ഈക്വൽ ടു എന്താണ്, x0 ഡോട്ട്, ഇതിന് ഇക്വലൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. സോ ജനറൽ ഇക്വേഷൻ ആണ് നമ്മളുടെ തൊട്ട് മുന്നേ പറഞ്ഞത്. അതിനകത്ത് നമുക്കിനി ആൽഫ ടി ഉണ്ട്, ആൽഫ ടി അല്ല, ഒമേഗ ടി ഉണ്ട്. ദെൻ അതിനകത്ത് ആൽഫ ഇനി എന്താണെന്ന് അറിയണം. അത് നോക്കാം എന്താണെന്ന്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയാണ് ഇവിടെ ഒരു ട്രയാങ്കിൾ കാണിച്ചിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ തണ്ടി ഇവിടെ ആൽഫ, ദെൻ ഇവിടെ ബീറ്റ. ദെൻ ഇതിൻ്റെ ഹൈപ്പോട്ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ആണ്. സി നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ച സി എന്താണ്, ആംപ്ലിറ്റ്യൂഡ്. മനസ്സിലായോ? ദെൻ ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, x0 ഡോട്ട് ബൈ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്, V0 ബൈ ഒമേഗ. ഇനി ഇതിൻ്റെ ഈ ഹൈറ്റ് എന്താണ്, ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഇതിനകത്തുനിന്ന് ആരെ കണ്ടുപിടിക്കുന്നു, ടാൻ ഫൈയെ കണ്ടുപിടിക്കുന്നു. ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ x0 ബൈ x0 ഡോട്ട് ബൈ ഒമേഗ. ഇതിനകത്തുനിന്ന് നമുക്ക് എന്ത് കിട്ടും, ആൽഫ എന്ന് പറയുന്നത് എന്താണ്, ടാൻ ഇൻവേഴ്സ് എടുത്താൽ മതി. ഓക്കെ ആണല്ലോ. സോ ഇങ്ങനെയാണ് ഈ ആൽഫ എന്ന് പറയുന്ന ഈ ഒരു ടേം ദാണ്ട് ഇതിനകത്തേക്ക് വന്നത്. സോ ആ ഒരു ഫിഗറിനെയും കൂടെ കൺസിഡർ ചെയ്ത് ഡിറൈവ് ചെയ്ത് വരുന്ന ഒരു ഫൈനൽ ഇക്വേഷനാണ് ആരെന്ന് പറയുന്നത്, എക്സ് ഇസ് ഈക്വൽ ടു സി സൈൻ ഒമേഗ ടി പ്ലസ് ആൽഫ. സോ ഈ ഫൈനൽ ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. സോ ഈ ഫൈനൽ ഇക്വേഷൻ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഫൈനൽ ഇക്വേഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യനകത്തുനിന്ന് ഈ സി കണ്ടുപിടിക്കാനായിട്ട് പറയും, ദെൻ ആൽഫ കണ്ടുപിടിക്കാനായിട്ട് പറയും. സോ ആൽഫയും സിയും സെപ്പറേറ്റ് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ കാണിച്ചിട്ടുണ്ട്. സോ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്കത് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇനി വരുന്നതാണ് സ്പ്രിങ്സ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ അറൈവ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളായിരുന്നു ഇക്വേഷൻ ഓഫ് മോഷൻ. അപ്പം ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ ഓഫ് മോഷൻ. സോ അതിനെ നമുക്ക് ഈ രീതിയിലും എഴുതാം. ദെൻ നമ്മുടെ ഒരു ഫൈനൽ ഇക്വേഷൻ ബൈ യൂസിങ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ടാൻ ആൽഫ, അതിനെ വെച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ജനറൽ ഇക്വേഷനുമാണ് തന്നെ ഇവിടെ കാണിച്ചത്. ഇത്രയുമാണ് സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം അൺഡാംപ്ഡ് കണ്ടീഷനും ഫ്രീ വൈബ്രേഷനും ആകുന്ന സമയത്ത് നമുക്ക് എഴുതാൻ പറ്റുന്ന ഇക്വേഷൻ. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സ്പ്രിങ്സ് ആണ്. ഈ സ്പ്രിങ് നമുക്ക് ആവശ്യമുള്ളത് സ്പ്രിങ്സ് ഇൻ സീരീസും സ്പ്രിങ്സ് ഇൻ പാരലും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. സ്പ്രിങ്സ് ഇൻ സീരീസ് ആകുമ്പോൾ ഇതാണ് സ്പ്രിങ്സ് ഇൻ സീരീസ്. സോ താഴെ എന്ത് ചെയ്യുന്നു, ഒരു W മാസുള്ള ഒരു വെയിറ്റ് കൊടുത്തേക്കുന്നത്. സോ ഇതിനെ ടോട്ടൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ഇസ് ഈക്വൽ ടു Δ1 പ്ലസ് Δ2. ഇതിൻ്റെ Δ1 പ്ലസ് ഇതിൻ്റെ Δ2. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ലോഡ് ബൈ അവിടുത്തെ സ്റ്റിഫ്നെസ് ആണ്. സോ Δ1 എന്ന് പറയുന്നത് W ബൈ K1 പ്ലസ് W ബൈ K2. സോ നമുക്ക് സീരീസിൽ നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ 1 ബൈ K പ്ലസ് 1 ബൈ K1 പ്ലസ് 1 ബൈ K2. അതായത് ഇതിൻ്റെ എഫക്റ്റീവ് അല്ലെങ്കിൽ ഇക്വലൻറ്റ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നതാണ് ഈ കാണിച്ചിരിക്കുന്ന ഇക്വേഷൻ. ഇക്വലൻറ്റ് സ്റ്റിഫ്നെസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ സ്പ്രിങ്സ് പാരലാകുന്ന കേസിൽ W is equal to W1 plus W2. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് എന്ത് വരും, K is equal to K1 plus K2. പറഞ്ഞത് മനസ്സിലായോ? സോ ഇവിടുത്തെ ഡെൽറ്റയാണ്, ഇവിടെ എന്താണ് ഡബ്ല്യുവിന് വേരിയേഷനാണ് വരുന്നത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് ഇക്വേഷൻസ് വരുന്നു. സോ സ്പ്രിങ്സ് ഇൻ സീരീസും സ്പ്രിങ്സ് ഇൻ പാരലും ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സോ അത് ആവശ്യമായിട്ടുണ്ട് പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത്. സോ അത് രണ്ടിൻ്റെയും ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. സ്പ്രിങ്സ് ഇൻ സീരീസും സ്പ്രിങ്സ് ഇൻ പാരലും. സ്പ്രിങ്സ് ഇൻ സീരീസ് ആകുമ്പോൾ 1/k, അതായത് 1/k എന്ന് പറയുന്നതാണ് ഇറ്റ്സ് എഫക്റ്റീവ് സ്റ്റിഫ്നെസ്. എത്രയുണ്ടോ 1/k1 പ്ലസ് 1/k2 പ്ലസ് 1/k3 അപ് ടു എക്സെട്ര അത്രയും പോകും. ദെൻ നമുക്കതിനെ പാരലാകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും, k is equal to k1 പ്ലസ് k2. ഓക്കെ ആണേ? ഓക്കെ, തൊട്ട് മുന്നേ നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ പറഞ്ഞല്ലേ. ഇപ്പം ഇക്വേഷൻ ഓഫ് മോഷൻ അത് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് പറഞ്ഞു, അതേപോലെ തന്നെ നമ്മുടെ പി വാല്യൂ പറഞ്ഞു. പി എന്ന് പറയുന്നത് എന്താണ്, ഒമേഗ. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ഇത് എക്സ് ആക്സിസും കാണിച്ചിട്ടുണ്ട്, ടി ആക്സിസും. ടൈം വേഴ്സസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫാണ്. സോ ഗ്രാഫ് പോകുന്നത് നമ്മുടെ സിനുസോയിഡൽ വേവായിട്ടാണ് പോകുന്നത്. ഈ മാക്സിമം ആംപ്ലിറ്റ്യൂഡിനെയാണ് നമ്മൾ ഇതാണ്ടേ ഈ ഇക്വേഷനായിട്ട് കാണിച്ചത്. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് സി എന്ന് പറഞ്ഞത് ഇതാണ്ടേ ഇതിനെയാണ് മാക്സിമം, ഈ ഒരെണ്ണത്തിനെയാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. സോ ഇതിനെ സി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സി എന്ന് പറയുന്നത്. നമ്മളിത്
തൊട്ട് മുന്നേ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ദെൻ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ടൈം പീരീഡ് 2π/p എന്നാണ്. പി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ളത് 2π/ω എന്നാണ് അല്ലേ? അപ്പോൾ ഒമേഗ അതാണ് ഇവിടെ പിക്ക് പകരം ഒമേഗയ്ക്ക് പകരം പി ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ അതേപോലെ തന്നെ V0 എന്ന് പറയുന്നത് x.0യ്ക്ക് പകരമാണ്. ഇതാണ് നമ്മുടെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നതാണ് ഇവിടെ തുടങ്ങുന്നു. സോ ഇതാണ് നമ്മുടെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് V0. ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇത്രയും എന്ന് പറയുന്നതാണ് ആൽഫ ടി. ഈ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങുന്ന അവിടെ ഇത്രയുമാണ് ആൽഫ ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ മാത്രമാണ്. ഓക്കെ ആണല്ലോ. സോ നമ്മൾ പഠിച്ച ആ ഒരു ഇക്വേഷൻ ഓഫ് മോഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടൈം ഡിസ്പ്ലേസ്മെൻറ്റ് വേഴ്സസ് ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിന് കറസ്പോണ്ട് ആംപ്ലിറ്റ്യൂഡ് ഏതാണ്, ടൈം പീരീഡ് ഏതാണ്, അതേപോലെ തന്നെ ഇനീഷ്യൽ വെലോസിറ്റി, ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഏതാണെന്ന് കാണിക്കുന്ന ഒരു ഫിഗർ മാത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. സോ നമ്മളിന്ന് പഠിച്ച എന്തൊക്കെയാണ്? സ്പ്രിങ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ പഠിച്ചു. ഇക്വേഷൻ ഓഫ് മോഷൻ പറഞ്ഞു. ഇക്വേഷൻ ഓഫ് മോഷനെ കൊണ്ടുവന്നത് ഡിയലബേഴ്സ് പ്രിൻസിപ്പിളും അതേപോലെ തന്നെ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയുമാണ്. സോ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയും അതേപോലെ ഡിയലബേഴ്സ് പ്രിൻസിപ്പിളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാകണം എന്നുണ്ടെങ്കിൽ എന്താണ് എന്നുള്ളതാണ് ഡിയലബേഴ്സ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ ആണല്ലോ. ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിനകത്ത് ഡിയലബേഴ്സ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്ത് വന്നു. അതിൻ്റെ ഫിഗറും കാണിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. സോ പ്രോബ്ലംസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.